നിങ്ങളിൽ പലരും ടെലഗ്രാം ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ മെയിനായിട്ട് മിക്കവാറും എല്ലാ ബോട്ടുകളും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹെറോക്കു എന്ന് പറഞ്ഞ വെബ്സൈറ്റിലായിരിക്കും. റെയിൽവേ അതുപോലെ തന്നെ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കുള്ള സപ്പോർട്ടെല്ലാം എല്ലാ ബോട്ട്സിനും ഇല്ല. എല്ലാ ബോട്ട്സിനും ഉള്ളത് ഹെറോക്കു എന്ന് പറയുന്ന സൈറ്റാണ്. പക്ഷേ അങ്ങനെ ആ ഒരു സൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഡൈനോ ലിമിറ്റ്സ് ഉണ്ട്. ഇത്ര സമയം കഴിയുമ്പോൾ ഒരു മാസത്തിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ആ ഒരു ബോട്ടുകളെല്ലാം സ്റ്റോപ്പായി പോകും. പക്ഷേ പൈസ കൊടുക്കാതെ തന്നെ ആ ഒരു ബോട്ട് സ്റ്റോപ്പ് ആകാതെ പല ഗ്രൂപ്പുകളിലും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? വളരെ സിമ്പിൾ അല്ലേ? നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഈ ഒരു ഡൈനോ ഓവർ ആകാതിരിക്കാൻ വേണ്ടി ഒരു ബാക്കപ്പ് ബോട്ട് സെറ്റ് ചെയ്ത് വെക്കുക. 2 ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബോട്ട് പ്രവർത്തനരഹിതമാകുമ്പോൾ അടുത്ത ബോട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഐഡിയ ഇപ്പോൾ വർക്ക് ആവില്ല. കാരണം ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിച്ചാലും ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2 ബോട്ടിൻ്റെയും എല്ലാ അക്കൗണ്ടും ഒരു സമയത്ത് ഒരുമിച്ച് തന്നെ ഡൈനോ തീരും. ആ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ തീരും. അപ്പോൾ ഇപ്പോഴും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന മൊബൈൽ സ്ക്രീനിലാണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ അതായിരിക്കും കൂടുതൽ എളുപ്പം. എങ്ങനെയാണെങ്കിലും മൊബൈൽ സ്ക്രീനിലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ആ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ഹെറോക്കു എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ഡൈനോ തീർന്ന് കിടക്കുന്നത് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യണം. എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ 2 ബോട്ടുകൾ കിടപ്പുണ്ട്. ഒരു ഫിൽട്ടർ ബോട്ടും അതുപോലെ തന്നെ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ടും ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഡൈനോ ഉണ്ട്. കാരണം ഇന്ന് 2-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും ഡൈനോ ഒന്നും തീരാറായിട്ടില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ ഡൈനോ ഇല്ലെന്ന് ഊഹിക്കുക. അപ്പോൾ ഡൈനോ നോക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, എത്ര ശതമാനമായി നോക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഏറ്റവും അറ്റത്ത് ഈ മൂലയ്ക്ക് ഒരു പ്രൊഫൈലിൻ്റെ ബട്ടണുണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. ആ അക്കൗണ്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം 3 ഓപ്ഷനിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ക്രെഡിറ്റ് ആ കാർഡ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ ബോട്ട് എത്ര ബോട്ടുകൾ എന്തോരം ഡൈനോ അവേഴ്സ് യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ എൻ്റെ 8.80% ഡൈനോ അവേഴ്സ് തീർന്നിരിക്കുന്നത്. ബാക്കി എനിക്കിപ്പോഴും ഫ്രീ ആയിട്ടുണ്ട്. കാരണം ഇത് 2-ാം തീയതി ആയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡൈനോ നോക്കുന്നത്. അപ്പോൾ ഡൈനോ തീർന്നു എന്ന് വിചാരിക്കാം. ഡൈനോ തീർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലോഗ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഐഡിയലിംഗ് ബിക്കോസ് കോട്ട ഈസ് എക്സ്ഹോസ്റ്റഡ് എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ലോഗ് ഈ ഒരു ഡൈനോ തീർന്നു കഴിയുമ്പോൾ ലോഗ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോഗ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേരം തന്നെ ഉറപ്പിക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഡൈനോ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൈനോ ഉള്ള വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡൈനോ ഉള്ള അക്കൗണ്ടിൻ്റെ ആ ഒരു ഡൈനോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡൈനോ ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ റാഗ്നർ ഓട്ടോ ഫിൽട്ടർ എന്ന് പറയുന്നത് എൻ്റെ ഓട്ടോ ഫിൽട്ടർ ബോട്ടാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ബോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലോഡായിട്ട് വരും. അപ്പോൾ നമ്മളതൊക്കെ സാധാരണ ചെയ്യാറുള്ളത് തന്നെയാണ്. ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അവിടെ നിങ്ങൾക്ക് ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ലോഗ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മോറിനകത്ത് ലോഗ് കൊടുത്താൽ മതി. ഈ ഓപ്ഷൻസിൽ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ, ഒരു 3 ആളുകൾ നിൽക്കുന്ന അവിടെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് ഡൈനോ ഉള്ള ആ ഒരു ഇമെയിൽ അക്കൗണ്ടിൻ്റെ ഇമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതായത് ഡൈനോ ഉള്ള ഹെറോക്കു അക്കൗണ്ടിൻ്റെ മെയിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെയിലിനകത്ത് ഇപ്പോൾ എനിക്ക് ഡൈനോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മെയിൽ കൊടുത്തതിന് ശേഷം ഏറ്റവും ഇങ്ങേറ്റത്ത് സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഒരു സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ഭാഗം കൊടുക്കുക. ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് കൊളാബറേറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആ ഒരു സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം ഇവിടെ ട്രാൻസ്ഫർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചൂസ് ആപ്പ് ഓണർ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള കൊളാബറേറ്റേഴ്സിനെല്ലാം കാണാനായിട്ട് സാധിക്കും. എത്ര വേണമെങ്കിലും കൊളാബറേറ്റേഴ്സിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഉള്ള കൊളാബറേറ്റേഴ്സിൽ ഡൈനോ അവേഴ്സ് ഉള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാം.
ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ആ ഒരു കൊളാബറേറ്ററിൻ്റെ സെലക്ട് ചെയ്തു. അതിനുശേഷം ട്രാൻസ്ഫർ ആപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മളോട് കൺഫേം ആയിട്ട് ചോദിക്കുകയാണ് ചെയ്യണോ എന്ന്. അപ്പോൾ വീണ്ടും ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ക്യാൻസൽ ട്രാൻസ്ഫർ എന്നാകും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട്, അതായത് നമ്മളിപ്പോൾ ഡൈനോ ഉള്ള ആ ഒരു അക്കൗണ്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് ഡൈനോ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ ഡൈനോ ഉള്ള അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുത്ത ആ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൊടുത്തിട്ട് ആ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡോ നോട്ട് ഡിസ്റ്റർബ് ഓണാക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ടും വരും ഇങ്ങനെ ഒരാൾ നമുക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇപ്പോൾ ഇത്രയും നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടായിരുന്നതല്ല, പക്ഷേ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം അവിടെ കയറി കഴിയുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മെയിൻ അക്കൗണ്ട് വുഡ് ലൈക്ക് ടു ട്രാൻസ്ഫർ ദ ആപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അക്സെപ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും ഉറപ്പാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും അക്സെപ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബോട്ട് ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങേയറ്റത്ത് പോയതിന് ശേഷം ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത അക്കൗണ്ട് കൊളാബറേറ്ററായിട്ടും നമ്മൾ ഓണറായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കൊളാബറേറ്റർ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. വേണമെങ്കിൽ ഡിലീറ്റ് കൊളാബറേറ്റർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നതിന് ശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടിലേക്ക് മാത്രമായിപ്പോയി. ഇപ്പോൾ നിങ്ങൾ മറ്റേ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് കാണാനായിട്ട് സാധിക്കത്തില്ല, പകരം ഇവിടെ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവിടെ ഡൈനോ ഇല്ല, ഇവിടെ ഡൈനോ ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചില എററുകൾ കാരണം ഇത് ചിലപ്പോൾ വീണ്ടും ഡൈനോ തീർന്നു എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൊളാബറേറ്ററിന് ആഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഡൈനോ തീർന്നു കഴിഞ്ഞാലും ഒരു മാസം ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൊളാബറേറ്ററിനെ ആഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോഴും പെർമനൻ്റ് ആയിട്ടിരിക്കണമെന്നില്ല. ഞാൻ കഴിഞ്ഞ മാസം, അതായത് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഇപ്പോൾ ഡൈനോ തീർന്നിട്ടില്ല, കാരണം ഇപ്പോൾ 2-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഡൈനോ എല്ലാത്തിലും തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഫിൽട്ടർ ബോട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചത് പോലെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലോഗ് പിന്നെയും ഐഡിയലും ബിക്കോസ് കോട്ട ഈസ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് പിന്നെയും ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് അത് ശരിയായത്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നിങ്ങൾക്ക് 1, 2, 3 ഒരു 5-6 ജിമെയിൽ ID ഉണ്ടെങ്കിൽ ഒറ്റ ജിമെയിൽ IDയിൽ തന്നെ എല്ലാ ബോർഡുകളും സെറ്റ് ചെയ്തിട്ടതിന് ശേഷം ഒരു 2 ബോട്ടൊക്കെ ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം അടുത്ത ബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ഒരു അക്കൗണ്ടിൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്തായാലും ശരിയാവും. ഞാനിപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ഈ ഒരു ട്രിക്കാണ് ഉപയോഗിച്ച് വരുന്നത്. ഇനിയിപ്പോൾ വേറെ സൈറ്റുകളിലേക്ക് ഈ ഒരു ബോട്ടുകളൊക്കെ പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓളാക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ബൈ.